ഹലോ, കണ്ടോ ഞാനൊരു കാര്യം എഴുതിക്കൊണ്ടിരിക്കുക. അത് എന്നാന്നായിരിക്കും അല്ലേ, ഇപ്പം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? ഹാപ്പി ബർത്ത്ഡേ അക്സാമോൾ എന്നാട്ടോ. എന്താണെന്നറിയോ, ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾ ഞങ്ങളുടെ അടുത്തല്ല, അവൾ വിദേശത്താണ്, പഠിക്കാൻ വേണ്ടി പോയേക്കുക. അപ്പോൾ ഈ സ്ലേറ്റിലൊരു പ്രത്യേകതയുണ്ട്. അവൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഉപയോഗിച്ചിരുന്ന സ്ലേറ്റാണ്, അതിൻ്റെ പെൻസിലുകളാണ്. ബാക്കി വന്ന പെൻസിലുകളെല്ലാം കൂടെ ഞാൻ ഇതുണ്ടോ ഇങ്ങനെ ഒരു കവറിലിട്ട് പാത്ത് വെച്ചിരുന്ന കേട്ടോ. ഇതൊന്നും അവൾക്ക് അറിയാൻ മേല. അപ്പോൾ അവൾക്കൊരു സർപ്രൈസ് വീഡിയോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ലൈഫ് ഓഫ് ജോഷിയിലേക്ക് സ്വാഗതം. എന്താണെന്നറിയാമോ, അവൾ കുഞ്ഞായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കാം, അവൾക്ക് സർപ്രൈസ് അങ്ങനെ കൊടുക്കാം എന്ന് കരുതിയിട്ടാട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ കാണിച്ചു തരാതെ. ഇത് കണ്ടോ, ഒരു കുഞ്ഞി ഉടുപ്പ് കണ്ടോ. ഇത് കഴിയ നല്ല കളർ വന്നേനെ. അപ്പം വിചാരിക്കും പുതിയത് മേടിച്ചതാണെന്ന് വിചാരിച്ചെങ്കിലോ എന്ന് കരുതി ഞാൻ കഴുകാഞ്ഞതാണ് കേട്ടോ. ഇത് അവളുടെ മാമോദീസ ഉടുപ്പാണ്. ഈ ഉടുപ്പ്, പിന്നെ ഉണ്ടോ മാമോദീസയുടെ തൊപ്പി, മനസ്സിലാവുണ്ടോ? തൊപ്പി, അന്ന് ഉപയോഗിച്ചിരുന്ന അവളുടെ ടർക്കി, മാമോദീസയുടെ ടർക്കി ഉണ്ടോ, അന്നിങ്ങനെയൊക്കെ കേട്ടോ ടർക്കി. പിന്നെ എൻ്റെ ഒരു സോക്സും ഉണ്ടായിരുന്നു. പിന്നെ സോക്സൊക്കെ അഴുക്കായിട്ടോ, ഒരെണ്ണേ കാണാനോ ഒന്നും എനിക്കെന്ന് അറിയില്ല. അവൾ ഉപയോഗിച്ചിരുന്ന സോക്സാ കുഞ്ഞിലെ. എന്തോ തലയിൽ നമ്മൾ വയ്ക്കണ ഇങ്ങനത്തെ ഒരു തൊപ്പി. പിന്നെ ഇതാണ് മാമോദീസയുടെ സാധനങ്ങൾ. പിന്നെ അവളുടെ ഒരു ടർക്കിയും കൂടി ഉണ്ട് കേട്ടോ, ഒരു ടർക്കിയും കൂടി ഉണ്ട്, ഇങ്ങനെ ഒരു ടർക്കിയും കൂടി ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, അവളെ കടത്തിയിരുന്ന ഒരു ഷീറ്റായിരുന്നു ഇത്. കുഞ്ഞിലൊരു ബെഡ് പോലെ ഒരു കുഞ്ഞ് ഷീറ്റില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടാകുമ്പോൾ നമ്മൾ കടത്തുന്നത്, അതാട്ടോ ഇത്. പിന്നെ അവളെ കുളിപ്പിച്ച് തോർത്തിയിരുന്ന അവളുടെ തോർത്ത് ഇത്. പിന്നെ അവൾ ഉപയോഗിച്ച ഒരു സെറ്റർ, അതിന് രസം അതല്ല. ഇന്നൊക്കെ അന്നൊന്നും സ്നഗിയൊന്നും അത്ര പ്രാബല്യത്തിൽ വന്നില്ല. അന്ന് ഞാൻ എന്താ ചെയ്യുന്നറിയുന്നുണ്ടോ, ഇങ്ങനത്തെ ഇത് മേടിച്ചിട്ട് നമ്മളിതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുണി വെച്ചിട്ടാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ മോനൊക്കെ ആയപ്പോൾ പിന്നെ നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങി, ഡയപ്പറൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. അതങ്ങനെ. പിന്നെ കുറേ സാധനം ഉണ്ട്. അവൾ കുഞ്ഞുനാളത്തിട്ട കുറച്ച് ഉടുപ്പുകൾ ഒക്കെ ഉണ്ട്. ഇതൊക്കെ അക്സമോൾക്ക് ഇതുണ്ടോ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അക്സമോൾ ഉപയോഗിച്ചിരുന്ന ഉടുപ്പ്, അതിലും കുഞ്ഞിൽ ഉപയോഗിച്ച ഉടുപ്പുണ്ട് കേട്ടോ. അതിലും കുഞ്ഞിൽ ഉപയോഗിച്ച ഉടുപ്പുണ്ടോ. ഇത് അവൾ ഉപയോഗിച്ച് കുഞ്ഞിനാളത്ത് വളരുന്നതിനനുസരിച്ചുള്ള ഓരോ ഡ്രസ്സുകളാട്ടോ അവൾ ഉപയോഗിച്ചിരുന്ന ഒരു ഉടുപ്പാണേ. പിന്നെ വേറൊരു സർപ്രൈസ് ഉള്ളത് ഇത് കണ്ടോ, സ്കൂളിൽ പോയപ്പോൾ അവളുടെ യൂണിഫോം, ഈ LP സ്കൂളിലെ യൂണിഫോം, ആ ബെൽറ്റ് അടക്കം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളിലത്തെ ടോപ്പൊന്നും കേടുവന്ന് പോയി. പിന്നെ ഇതാ അവൾ വലുതായപ്പോൾ ഉപയോഗിച്ചിരുന്ന അടുത്ത യൂണിഫോം കണ്ടോ, നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്താ അടുത്ത യൂണിഫോം ഇനിയുണ്ട് യൂണിഫോമുകൾ. എന്താ യൂണിഫോമിൻ്റെ ഉണ്ടോ, കോട്ട്, യൂണിഫോം കോട്ട്. ഇത് ഹൈസ്കൂളിലെത്തിയപ്പോഴാണേ. ഇത് അവൾ +1 +2 പഠിച്ചപ്പോൾ ഉള്ള യൂണിഫോം കോട്ട്. പിന്നെ അവൾ ഡിഗ്രിക്ക് പഠിച്ചത് വിമല കോളേജിലാണ്. വിമല കോളേജിലെ ഫുൾ യൂണിഫോം എൻ്റെ കയ്യിലുണ്ട്.
വിമല കോളേജിൽ പഠിച്ചപ്പോൾ ഇങ്ങനെ വിമല കോളേജിലെ യൂണിഫോമായത്. അക്സമോള് ഇതൊക്കെ അമ്മ എടുത്തു വെച്ചിട്ടുണ്ടെന്നൊന്നും അവർക്ക് അറിയാൻ മേല കണ്ടോ. വിമല കോളേജിലെ യൂണിഫോം, കാല്, ഷാള് ഒക്കെ. പിന്നെ അവൾ ഉപയോഗിച്ചിരുന്ന വേറൊരു മിടി, പിന്നെ അവൾ 1ാം ക്ലാസ്സിൽ ഞങ്ങളൊരു ടൂറ് പോയായിരുന്നു ഊട്ടിക്ക്. അപ്പോൾ അവൾക്ക് ഊട്ടിയിൽ നിന്ന് മേടിച്ചു കൊടുത്ത ഒരു സെറ്ററ്. പിന്നെ അവള് അവിടെ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഊട്ടി പോയായിരുന്നു. അപ്പോൾ മേടിച്ച ഹാറ്റാണ് ഇതുണ്ടോ. അവൾക്ക് ഉപയോഗിച്ചിരുന്ന നമ്മുടെ ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ജോൺസൺസ് ബേബി പൗഡർ. അന്ന് ഇതൊക്കെയാണല്ലോ പൗഡറുകൾ. അതിൻ്റെ ടിന്നാട്ടോ, പൗഡർ ഒക്കെ കഴിഞ്ഞു, ടിന്ന് മാത്രമുള്ളേ. പിന്നെ അവൾ സ്കൂളിൽ കൊണ്ടുപോയ ചോറ്റും പാത്രം, അതിലിവിടെ ഇത് അക്സ ബേബിന്ന് എഴുതിയിട്ടുണ്ട്. കാണാൻ പറ്റുമോയെന്ന് അറിയില്ല, അക്സ ബേബിന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ അവൾ ഉപയോഗിച്ചിരുന്ന ഇതുണ്ട് ബൺസ്. പിന്നെ അവളുടെ വെള്ളിയുടെ മാല, അവക്കടെ പാദസരം ഉണ്ടോ, പാദസരം 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് അവൾ ഉപയോഗിച്ചിരുന്ന വെള്ളിയുടെ അരിഞ്ഞാണം. ഇത് കണ്ടോ, വെള്ളിക്കൊത്തുകൾ. പിന്നെ അവൾക്ക് ഞാൻ വെള്ളിയുടെ കമ്മലായിരുന്നു ചെറുപ്പത്തിൽ ഇടുകൊണ്ടായിരുന്നു സ്കൂളിലൊക്കെ പോകുമ്പോൾ. സ്വർണം കൊടുത്തു വിട്ടാൽ കളഞ്ഞെങ്കിലോ എന്ന് കരുതി. എന്നിട്ടും വെള്ളി എല്ലാം കളഞ്ഞിട്ട് ഒരു സ്റ്റഡ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, ബാക്കിയൊക്കെ അവൾ കൊണ്ട് കളഞ്ഞു വിട്ടാം. അങ്ങനെ പിന്നെ വേറെ കുറച്ചിതാ അവൾ ഉപയോഗിച്ചിരുന്ന മാലകൾ ഉണ്ടോ, മാലകൾ, അവൾ ഉപയോഗിച്ചിരുന്ന കൊന്ത. ഈ ഒരു സംഭവം അക്സമോൾക്ക് ഓർമ്മയുണ്ടാവും. അക്സമോള് 1ാം ക്ലാസ്സിൽ ഡാൻസ് കളിച്ചപ്പോൾ മൂക്കുത്തി ഏഞ്ചലും അക്സയും കൂടെ ഡാൻസ് കളിച്ച് ഓർക്കുന്നുണ്ടോ? പൊന്നാരം കതിർ കൊയ്യാ വായോ എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസ്. അക്സ, ഏഞ്ചൽ, ബിൻഡോ, എബൽ എല്ലാവരും കൂടെ കളിച്ചവർ, നിങ്ങൾ 4 പേരും കൂടെ കളിച്ചപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കും മൂക്കുത്തി മേടിച്ച് വെച്ചതാണ്. അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ എന്താ, പിന്നെ അവൾ സ്കൗട്ട്, ഇത് എന്താ സ്കൗട്ടല്ലല്ലോ, സ്കൗട്ട് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. ഈ ഒരു ബാഡ്ജ് എൻ്റെ കയ്യിലുണ്ട്, സ്കൗട്ട് ആൻഡ് ഗൈഡോ അങ്ങനെ എന്താണ്ടോ സംഭവമില്ലേ, ഞാൻ ഓർക്കണില്ല എന്നാത്തിൻ്റെയാണ്. ഇത് വിമലയിൽ അവൾ NCCയിലുണ്ടായിരുന്നു, അതിൻ്റെ ബാഡ്ജുകൾ. അതിൻ്റെ ഒരു കോട്ട് വേണ്ട വരുന്നുണ്ട് കേട്ടോ. കോട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. വിമലയെ പഠിച്ചപ്പോൾ ഉപയോഗിച്ച കണ്ടോ, വിമലയുടെ പേരൊക്കെ ആയിട്ടുള്ള ഇത് അമ്മയുടെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ അവൾ ഉപയോഗിച്ചിരുന്ന കമ്മല്, കുഞ്ഞിലെ ഇങ്ങനെ കമ്മലുകൾ ഉപയോഗിച്ച്, അവൾ സ്വർണ്ണം ഉപയോഗിക്കൂലായിരുന്നു, ഇങ്ങനെ കമ്മലുകളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനത്തെ കൂട്ടുകൾ ഇഷ്ടം പോലെ ഇങ്ങനെ ഉപയോഗിക്കുമായിരുന്നു. ഡ്രസ്സിൻ്റെ ചേരുന്ന കമ്മലുകൾ, അവൾ ഉപയോഗിച്ച മോതിരം, ഇതൊക്കെ അക്സമോൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയാൻ മേല കേട്ടോ. അങ്ങനെ പിന്നെ ഈ ഒരു ഇതിന് പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത് കുറച്ച് മാലകളാണ്. ഈ മാലകൾ കുറച്ച് പ്രത്യേകതകളുണ്ട്, ഞാൻ കാണിച്ചു കേട്ടോ. എന്താണ് ഞാൻ പറഞ്ഞു കേട്ടാ. ഇതൊക്കെ അവളുടെ കുഞ്ഞു കാലത്തെ മാലകളാട്ടോ. കണ്ടോ, കുഞ്ഞിലേ ഉള്ള മാല. ഈ മാലകൾക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചെന്നാലേ, ഇത് കോർത്ത മാലയാണ്. ആര് കോർത്ത കൊടുത്ത മാലയാണെന്നറിയാമോ? ഇതുണ്ട്, ഇത് ചിരട്ടയാണ്, ചിരട്ടയും കൊണ്ട് ലോക്കറ്റ്. ഇത് എൻ്റെ പപ്പ അവൾക്ക് കുഞ്ഞായിരുന്നപ്പോൾ ഈ പൊട്ടിയ മാലകളെല്ലാം വെച്ച് ഇങ്ങനെ മാല കോർത്ത് കൊടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കോർത്ത് കൊടുത്ത മാലകളൊക്കെ, അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പ്രത്യേകമായിട്ട് ഞാൻ വേറെ സൂക്ഷിച്ചിരിക്കുന്നത്, കാരണം ഇത് പപ്പയുടെ കയ്യൊപ്പുള്ളതാണല്ലോ. അതുകൊണ്ട് പപ്പ ഉണ്ടാക്കി കൊടുത്തതായതുകൊണ്ട് ഞാനിതൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ.
അങ്ങനെ വല്യപ്പച്ചയുടെയും വല്യമ്മയുടെയും ഒക്കെ ഓർമ്മകൾ ഇതിൻ്റെ അകത്തൂടെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അവൾ വലിയ കൊച്ചായി കഴിഞ്ഞപ്പോൾ അവൾ പോണേന് മുമ്പ് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാട്ടോ ഇതൊക്കെ. അതൊന്നും സ്വർണ്ണമൊന്നുമല്ല കേട്ടോ, ഇതൊക്കെ അവൾ ഓരോ ഡ്രസ്സിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വെച്ചിട്ട് പോയതാണ്. അപ്പോൾ അവളെ ഒന്ന് ചുമ്മാ ഇതൊക്കെ ഒന്ന് കാണിച്ചേക്കാം എന്ന് കയറ്റി കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അതൊക്കെ കൂടാതെ വേറെ ഉണ്ട്. ഇത് വേണം, അവൾ ഉപയോഗിച്ച ടോയ്സ് കണ്ട, ഇത് അക്സമോൾ ഉപയോഗിച്ച മോൾ ഉപയോഗിച്ച ടോയ്സാണ്. ഇതുണ്ട് കാറ്, പിന്നെ എന്താ JCB, പിന്നെ അവൾക്ക് കുഞ്ഞ് 2 വയസ്സോ 1 വയസ്സോ 2 വയസ്സിലൊക്കെ വല്യപ്പച്ച മേടിച്ചു കൊടുത്ത ഒരു പാവ. വല്യപ്പച്ച എന്ന് പറയുന്നത് എൻ്റെ പപ്പ മേടിച്ചു കൊടുത്തൊരു പാവയാട്ടത്. അതുപോലെ അവളുടെ അമ്മാവൻ അങ്കിൾ ഗൾഫിലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അവൾ കുഞ്ഞായിരുന്നു കൊണ്ട് കൊടുത്തതാണ് പട്ടിക്കുട്ടി, JCB, ഇതൊക്കെ അവളുടെ അങ്കിൾ കൊണ്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഈ ഒരു അക്സമോക്ക് ഓർമ്മയുണ്ടോ? അക്സമോളുടെ ഒരു ഫ്രണ്ട് അക്സമോക്ക് ഗിഫ്റ്റ് തന്നതാണ്, ഓർമ്മയുണ്ടോ? അങ്ങനെ ഇതൊക്കെയാണ്. ഇതൊന്നും കൂടാണ്ട് ഒരു സർപ്രൈസ് സംഭവം കൂടെ അവളുടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, അവൾ കുഞ്ഞുനാള് ഇരുന്ന് പഠിച്ച കസേരയാണിത്. 7ാം ക്ലാസ് വരെ ഈ കസേരയിൽ ഇരുന്ന് അവൾ എഴുതുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ ഒരു സംഭവം കൂടെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഞാൻ ഇതൊന്നും നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല. എൻ്റെ കാലത്തൊക്കെ ഇത് ഇടിക്കും, ഇനി മക്കളുടെ കാലത്ത് ഇതൊക്കെ കളയുമായിരിക്കും, അറിയില്ല. അങ്ങനെ പിന്നെ അത് കൂടാണ്ട് ഈ ഒരു ഈ കൊട എൻ്റെ മമ്മി അവൾക്ക് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിച്ചു കൊടുത്തൊരു കൊടയാണ് കേട്ടോ. അതൊക്കെ അത് ഞാനിപ്പോഴും ഉപയോഗിക്കാണ്ട്, മഴ വന്നാലും ഞങ്ങളൊന്നും ഉപയോഗിക്കില്ല. അങ്ങനെ ഉപയോഗിക്കാണ്ട് ഇങ്ങനൊരു കൊട, മമ്മിയും പപ്പയും മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ അവരുടെ ഓർമ്മയും ഇതിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ. ഹാപ്പി ബർത്ത്ഡേ അക്സക്കുട്ടി.